ബാപ്പയെ അനുസരിക്കുന്നില്ല, അവൻ വീട്ടിലൊരു വലിയ പ്രശ്നക്കാരനാകുന്നു, പഠിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, സ്കൂളിലും പ്രശ്നം, അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരും. അവനെ ഇരുത്തി കുറെ കാര്യങ്ങൾ അവനോട് ഇങ്ങനെ തുറന്ന് സംസാരിച്ച് ചോദിച്ചപ്പോൾ അവനോട് ഒരു സ്വകാര്യം പറഞ്ഞു, സാറേ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിന് പോകുന്നുണ്ട്, ട്യൂഷൻ ക്ലാസ് ഞാൻ നിർത്തി, സ്പോക്കൺ ഇംഗ്ലീഷിന് പോകുന്നുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും അവനോട് ചോദിച്ചു, നീ എന്തിനാ സ്പോക്കൺ ഇംഗ്ലീഷിന് പോകുന്നത്? അപ്പൊ അവൻ എന്നോട് പറയാണ്, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ നിന്റെ ആഗ്രഹം? അവൻ എന്നോട് പറയാ, എനിക്കൊരു ഡോൺ ആകണം. ഡോൺ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, കുറെ ഗ്യാങ് ലീഡറായിട്ട് നടക്കുന്ന ആൾക്കാർ, തോക്കൊക്കെ പിടിച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിച്ച്. ഡോൺ ആവണമെങ്കിൽ ഇംഗ്ലീഷ് അറിയണം. അതിനാണ് അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഒരു ചെറുക്കൻ ഈ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞൊരു വാക്കാണിത്. 9 പഠിക്കുന്ന അവന് ആന്റി സോഷ്യലായ ഒരു മനുഷ്യനായി മാറണം എന്ന്. ഒരു പെൺകുട്ടി ഈ അടുത്ത് വരുന്നു, തലയിൽ നിന്ന് തട്ടമൊക്കെ അല്പം നീക്കി വെച്ചിട്ടുണ്ട്, അവള് മുന്നിലെ മുടിയൊക്കെ ഇങ്ങനെ മുറിച്ച് തൂക്കിയിട്ടുണ്ട്. ഉമ്മ പറയുന്നു, എപ്പോഴും കണ്ണാടിക്ക് മുമ്പിലാണ്. 8ാം ക്ലാസ്സിലാണ് കുട്ടി. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ കുട്ടീനോട് പറഞ്ഞു, ഈ ദീനിൽ നിന്നാൽ ശരിയാവില്ല. ഞാൻ ചോദിച്ചു, അതെന്താ ശരിയാവാത്തത്? ആ കുട്ടി പറയുകയാണ്, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, പാട്ടുകാരിയാവണം, എന്നിട്ട് അതിലൂടെ സിനിമയിൽ കയറണം, എന്നിട്ട് സിനിമയിലെ അഭിനേത്രിയായി മാറണം. ഈ കുട്ടിയുടെ ചിന്ത പോയത് ഇങ്ങനെയാണ്. അവൾ ഉമ്മയും ബാപ്പയും വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തെ വിട്ട് നേരെ പോവാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു ലോകത്തേക്കാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മക്കളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ അടുത്ത് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ, ആ സിനിമാ സംവിധായകൻ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ സിനിമ കണ്ട് ഒരു 10 കുടുംബം ഡിവോഴ്സ് ആയാൽ എന്റെ സിനിമ വിജയിച്ചു എന്ന്. ഒന്നുകൂടി ഞാൻ പറയാം, എന്റെ ഈ സിനിമ കണ്ടിട്ട് ഒരു 10 പേര് ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് കുടുംബം കലക്കി ഈ ഭൂമിയിൽ ഇങ്ങനെ സ്വതന്ത്ര ചിന്തകനായി മാറി എന്റെ സിനിമ വിജയിച്ചു എന്ന്. ഈ പറയുന്ന സംവിധായകൻ ഭാര്യക്കും മക്കൾക്കുമൊക്കെ ഒപ്പം സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് കുട്ടികൾ കാണുന്ന കാഴ്ച ഈ മീഡിയയാണ്. നമ്മളൊന്നും പറയുന്നതും ഖുർആൻ ക്ലാസ്സും മദ്രസയിൽ പറയുന്നതും സ്കൂളിൽ പറയുന്നതും ഒന്നും കുട്ടി കേൾക്കുന്നില്ല. ഒരു കുട്ടി ഒരു ദിവസം എത്ര റീൽസ് കാണുന്നു എന്ന് ഈ അടുത്തൊരു പഠനം നടന്നു. ഒരു കുട്ടി ഒരു ദിവസം എത്ര റീൽസ് കാണുന്നു? ഒരു റീൽസിന്റെ സമയം 1 മിനിറ്റിൽ താഴെയാണ്. 20 സെക്കൻഡുള്ള റീൽസ് ഉണ്ട്. 1 മിനിറ്റ് കൊണ്ട് 3 റീൽസ് കാണാം. ഒരു പഠനം നടക്കാണ്, കൊറോണയ്ക്ക് ശേഷം ഒരു കുട്ടി എത്ര റീൽസ് കാണുന്നു എന്ന്. ചെറിയ കുട്ടികൾ, 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു ദിവസം കാണുന്ന റീൽസിന്റെ ഷോർട്സിന്റെ എണ്ണം 50ൽ മുകളിലാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ചിന്തിച്ചു, ഉമ്മാന്റെ ഫോൺ കയ്യിൽ കിട്ടി 2 മിനിറ്റ് കൊണ്ട് അവൻ 8 റീൽസ് കണ്ടു. ഒരു കൗമാരക്കാരായ പെൺകുട്ടിയും ആൺകുട്ടിയും ഒരു ദിവസം കാണുന്നത് 150നും 400നും ഇടയിൽ റീൽസ് ആണ്. ഞാനല്ല, വിസ്ഡം നടത്തിയ പഠനമല്ല, ഭൗതികമായി നടത്തിയ പഠനത്തിലെ ഞാൻ പറഞ്ഞ വിഷയമാണ്. ഈ റീൽസിനൊരു പ്രത്യേകതയുണ്ട്, ഷോർട്സിനൊരു പ്രത്യേകതയുണ്ട്. ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. കുട്ടി തുടങ്ങിയത് കാർട്ടൂൺ ആണെങ്കിൽ കുട്ടിക്ക് മുന്നിലേക്ക് നല്ലതും ചീത്തയും വൃത്തികേടും അല്ലാത്തതും ഒക്കെ മിന്നിത്തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ റീച്ചുള്ള, ഏറ്റവും കൂടുതൽ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസിന്റെ വിഷയം എന്താണ് എന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ആധുനികമായ ഒരു പഠനം അതിൽ നടന്നു. കുട്ടികൾ കാണുന്ന റീൽസിന്റെ വിഷയം എന്ത് എന്ന്. കൗമാരക്കാരിയായ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്ന റീൽസിന്റെ വിഷയം എന്താ നിങ്ങൾക്ക് അറിയോ? അത് മേക്കപ്പ് എങ്ങനെ ചെയ്യാം എന്നതാണ്. 2ാം സ്ഥാനം സിനിമകളുടെ റിവ്യൂകളാണ്. 3ാം സ്ഥാനം ഗോസിപ്പുകളാണ്. സിനിമാ നടിമാരെ കുറിച്ചുള്ള ഗോസിപ്പുകൾ. കൗമാരക്കാരായ പെൺകുട്ടി ഏറ്റവും കൂടുതൽ കാണുന്ന റീൽസും ഷോർട്സും ഇതാണ്. ഈ കുട്ടിയുടെ കാഴ്ചപ്പാട് ഇങ്ങനെ മാറും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, ഈ വിഷയം ഇങ്ങനെ പഠിച്ചു നോക്ക്. ഒരു കുട്ടി ഫോണ് കയ്യിൽ കിട്ടുമ്പോഴേക്ക് റീൽസിലേക്കും ഷോർട്സിലേക്കും പോകുന്നു, വേറെ ഒന്നും കുട്ടി കാണില്ല. ഉണ്ടോ? നിങ്ങൾ പറയണ്ടോ?
ഇല്ല. കാർട്ടൂൺ കാണൂ? ഇല്ല. എന്തെങ്കിലും വേണോ? ഇല്ല. അവൻ ഇതാ രസം, ഇങ്ങനെ തോണ്ടി 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 തീരാത്ത റീൽസും ഷോർട്സും. അതിലെന്തൊക്കെയാണുള്ളത്? മേക്കപ്പ് ചെയ്ത് ശരീരത്തിന്റെ ഭംഗിയൊക്കെ കാണിച്ച് കുട്ടിയുടുപ്പിട്ട് ഡാൻസ് കളിക്കുന്ന കുറെ സ്ത്രീകൾ. എന്തിനാ? ആളുകൾ ഇത് കണ്ട് യൂട്യൂബിൽ നിന്ന് പണം കിട്ടണം. ഇത് കണ്ട് ഇങ്ങനെ പണം മാറാമെന്ന് ചിന്തിക്കുന്ന മക്കൾ ഒരു ഭാഗം. സിനിമ, ആ സിനിമ പണ്ട് കാലത്തൊക്കെ സിനിമ ആളുകൾക്ക് രസിക്കാനും കുറച്ചൊക്കെ ആൾക്കാർ കണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാഠം ലഭിക്കാനും ഒക്കെ ആയിരുന്നു എന്ന് അവർ പറയുന്നു, പണ്ടത്തെ സിനിമാ സംവിധായകർ. ഇന്നത്തെ സിനിമ, ആ സിനിമാ സംവിധായകർ പറയാണ്, എന്റെ സിനിമ കണ്ട് 10 കുടുംബം കലങ്ങിയാൽ എന്റെ സിനിമ വിജയിച്ചു എന്ന്. കുട്ടികളുടെ കാഴ്ച അവരുടെ കാഴ്ചപ്പാടായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയം എന്താ? നമ്മുടെ കുട്ടിയെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തി? ഈ മൊബൈൽ ഫോൺ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി വെച്ച്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഒരു ജീവിതം നമുക്കില്ല, കഴിയില്ല. ഇതിനെ മാറ്റിയാണ്ട് വെച്ചിട്ട് ഫോൺ ഇല്ലാത്തൊരു വീട് ഇനി നമുക്ക് കഴിയില്ല. എന്തിനും നമുക്ക് മൊബൈൽ ഫോൺ ആവശ്യമാണ്, എന്തിനും. നമ്മുടെ റോഡ് സൈഡില് ഇളനീര് വെക്കുന്ന കച്ചവടക്കാരൻ പോലും 35 രൂപക്ക് ഒരു ഇളനീര് വാങ്ങി കുടിച്ചാൽ അയാൾ പറയുക ഗൂഗിൾ പേ ചെയ്തോണ്ടാണ്. ഈ ഒരു കാലത്ത് ഈ മൊബൈൽ ഇല്ലാതെ ഇനി ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ കുട്ടിയെ അതൊരു ദുഃഖമായി മാറാതിരിക്കാൻ നാം എന്ത് ചെയ്യണം എന്നതാണ് നമ്മുടെ ചർച്ച. ഈ ചർച്ചയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പൊ ഉള്ളതും ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതും. നമ്മൾ എന്ത് ചെയ്യണം, എന്താ ഈ കുട്ടികളെ നമ്മൾ ഇനി ചെയ്യുക? അവിടെയാണ് ഈ മക്കളിൽ ഒരു മാറ്റമുണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ആധുനിക ലോകത്തെ മക്കൾക്ക് മാറ്റമുണ്ട്, ആധുനിക ലോകത്തെ രക്ഷാകർത്താക്കൾക്ക് മാറ്റമുണ്ട്. കുട്ടി മാത്രല്ല മാറിയത്, സാഹചര്യം മുഴുവൻ മാറി. ഇനി കുടുംബം എന്ന കാഴ്ചപ്പാട് നോക്കൂ. 18 വയസ്സായ ഒരു പെൺകുട്ടി വിവാഹത്തിന് തയ്യാറല്ല, 21 വയസ്സായ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറല്ല. പോട്ടെ, പെൺകുട്ടികളുടെ കാര്യം നമുക്ക് അങ്ങ് മാറ്റിവെക്കാം. ആൺകുട്ടിയുടെ കാര്യം എടുത്തോ. ഒരു കാലത്ത് വിവാഹം എന്നതിനെ ആവേശമായി കണ്ടിരുന്ന ആൺകുട്ടികൾ കല്യാണം എന്നത് ഭയങ്കര മെനക്കേടാണ്, അതൊരു ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കാണ്. എത്ര കുട്ടികളെയാണ് കൗൺസിലിംഗ് സെന്ററുകൾക്കകത്ത് കൊണ്ടുവരുന്ന നിങ്ങൾക്ക്? ആൺകുട്ടിക്ക് കല്യാണം വേണ്ട, അതൊക്കെ മെനക്കേടാ സാറേ. കുട്ടി പറയുക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യവന്. അതങ്ങനെ ഒരു ഫ്രീ ആയിട്ട് കുറച്ച് ഫോണൊക്കെ തോണ്ടി കുറച്ച് യാത്രയൊക്കെ ചെയ്ത് ഇപ്പൊ അങ്ങനെയാ സോളോ ട്രിപ്പ്. ഞാൻ പറഞ്ഞത് കുട്ടികളുടെ കാഴ്ചപ്പാടാ. ഒറ്റയ്ക്ക് യാത്ര പോവുക. ഞാനൊക്കെ എവിടെങ്കിലും പോയാല്, സ്വദേശത്തോ വിദേശത്തോ പോയാല്, അവിടുത്തെ ആൾക്കാർ ചിലപ്പോ നമുക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണാൻ, മിക്കവാറും ഞാൻ പറയും ആരും ഇല്ലാതെ കാണാൻ ഒരു രസമില്ല. നമുക്ക് ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമാണ് യാത്ര പോവാൻ. നമ്മൾ അങ്ങനെയാ ജീവിച്ച് പഠിച്ചത്. നമ്മുടെ മക്കൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാത്രം സന്തോഷം കിട്ടുന്നവരായി മക്കൾ മാറി. അവിടെയാണ് കുട്ടി ഒരു ദുഃഖമായി മാറുക. ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് പഠിക്കേണ്ടത്. അത് പഠിച്ചില്ല എങ്കിൽ ഏറ്റവും വലിയ നഷ്ടം നമുക്കാണ്. കാരണം എന്താണെന്നറിയോ? കാരണം ഇനി നമുക്ക് നേരെ വരേണ്ടത് പരിമിതമായ സമയമാണ്. ഇവരെ എന്ത് ചെയ്യണം എന്ന ചർച്ചയിലേക്കാണ് ഇനി ഞാൻ പറയുന്നത്. ഓരോ രക്ഷിതാക്കളും നെഞ്ചോട് ചേർത്ത് വെക്കണം. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി, ലോകത്ത് 87 ലക്ഷം സ്പീഷീസ് ഓഫ് ജന്തുക്കൾ ഉണ്ട്. അത്ര ചെറുതും വലുതുമായ ജന്തുക്കൾ 87 ലക്ഷം. അതിൽ 12 ലക്ഷത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി കണ്ടെത്താത്തത് കാട്ടിലും സൂക്ഷ്മജീവികളൊക്കെ ഉണ്ട് എന്നാ പറയപ്പെടുന്നത്. ഈ ഭൂമിയിൽ ഈ 8.7 മില്യൺ 87 ലക്ഷം ജന്തുജാലങ്ങളിൽ ഒന്നാ മനുഷ്യൻ. ആ മനുഷ്യന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ അവൻ ചിരിക്കും, അവന് വൈകാരികതകളുണ്ട്, ലജ്ജയുണ്ട്, വിശേഷ ബുദ്ധിയുണ്ട്, 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കും. ഇതൊക്കെ മനുഷ്യന്റെ പ്രത്യേകതയാണ്. മനുഷ്യൻ മാത്രമേ ഇതുപോലെ സംസാരിക്കൂ. ഒക്കെ പ്രത്യേകതയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പ്രത്യേകതയാണ്. പക്ഷേ രക്ഷിതാവ് എന്ന നിലക്ക് നാം അറിയേണ്ട പ്രത്യേകതകൾ 3 എണ്ണമാണ്. അത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ രക്ഷാകർതൃത്വം ആരംഭിക്കേണ്ടത്. എന്തൊക്കെയാണ് 3 എണ്ണം? 1, മനുഷ്യൻ എന്ന ജീവിയാണ് ഏറ്റവും കൂടുതൽ കാലം മക്കളെ പോറ്റുന്ന ജീവി.
അവിടെ ഇങ്ങനെ ഓർത്തു വെക്കണം നിങ്ങൾ. മനുഷ്യന്റെ അത്ര കാലം വളർത്ത് കാലഘട്ടമുള്ള ജീവിയില്ല. 2, മനുഷ്യന്റെ കുട്ടിയാണ് ഏറ്റവും പതുക്കെ വളരുന്ന ജീവി. നമ്പർ 2. 3, മനുഷ്യൻ മാത്രമാണ് മക്കളിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ജീവി. 3. ഞാൻ 3 കാര്യം പറഞ്ഞു. നിങ്ങൾ ആ മനസ്സിൽ നിന്ന് 3 കാര്യം പോക്കരുത്. എന്തൊക്കെയാ 3 കാര്യം? ഏറ്റവും പതുക്കെ വളരുന്ന ജീവി, സ്ലോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. 2, ഏറ്റവും കൂടുതൽ കാലം വളർത്ത് കാലഘട്ടമുള്ള ജീവി. 3, മക്കളിൽ പ്രതീക്ഷിക്കുന്ന ജീവി. ഈ 3 പ്രത്യേകതകളാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ പോറ്റി വളർത്തുന്ന പാരന്റ്സ് അറിയേണ്ട പ്രത്യേകത. ഇനി നമുക്ക് ഓരോന്നെടുത്ത് പരിശോധിക്കാം. 1, ഏറ്റവും പതിയെ വളരുന്നു മനുഷ്യൻ. മറ്റു ജീവജാലങ്ങൾ ഇങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ള സഹോദരിമാർ, നിങ്ങൾ പ്രസവിച്ചവരുണ്ട് ഉണ്ട്. നമ്മുടെ അയൽപ്പക്കത്തെ വീട്ടിലെ പെണ്ണ് പ്രസവിച്ചു. അതേ ദിവസം തന്നെ അപ്പുറത്തെ വീട്ടിലെ ആട് പെറ്റു. ഈ പെണ്ണ് പ്രസവിച്ചു, ആട് പെറ്റു. 2 കുട്ടികളെയും ബർത്ത്ഡേ ഒരു ദിവസം. ഇനി നോക്കൂ, 1 വർഷം കഴിഞ്ഞാൽ ആ പെറ്റ ആടുംകുട്ടി എന്താവും? പ്രായം തികഞ്ഞ ഒരാടാവും. 1 കൊല്ലം കൊണ്ട്. നിങ്ങൾ പെറ്റ കുട്ടിയോ? അത് അപ്പയും മൂത്രമൊക്കെ ബെഡിലിട്ട് അങ്ങനെ മലന്ന് കിടക്കുന്നുണ്ടാവും. ഒന്നും ആയിണ്ടാവില്ല. 1 വർഷം ആട് പ്രായപൂർത്തിയായി. 2 വർഷം കഴിഞ്ഞാലോ ഈ പ്രസവിച്ച ആട്ടിൻകുട്ടി ഒരു ഉമ്മയായി ഉണ്ടാവും അല്ലേ? 2 വർഷം കഴിഞ്ഞ നിങ്ങളുടെ കുട്ടി എന്തായത്? ഒന്നും ആയിണ്ടാവില്ല. അപ്പോഴും അത് നടക്കുമ്പോൾ തടഞ്ഞു വീഴും, നെറ്റി പൊട്ടും, കരയും. എന്താ? ഒന്നും ആയിട്ടില്ല. 4 വർഷം കഴിഞ്ഞാൽ ഈ ആടെന്താവും? ഈ പെണ്ണിന്റെ കൂടെ പ്രസവിച്ച ആട് വല്യമ്മയോ വല്യപ്പയൊക്കെ ആയിണ്ടാവും അല്ലേ? 4 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി എന്തായത്? പോട്ടെ, 15 വയസ്സായ മക്കളുള്ള ഉമ്മ, കുട്ടി എന്താ പായത്? ആയോ? കഴിഞ്ഞോ? എന്തൊരു പതുക്കെയാ മനുഷ്യന്റെ വളർച്ച, എന്തൊരു പതുക്കെയാണ് മനുഷ്യന്റെ വികാസം. വെരി സ്ലോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇങ്ങനെ വളരുന്ന ഒരു ജീവി ദുനിയാവിലെടുത്ത മനുഷ്യനാ. ഒരു ജന്തു ഇങ്ങനെ പതുക്കെ വളരൂല. രണ്ടാമത്തെ കാര്യം എന്താ? ഏറ്റവും കൂടുതൽ കുട്ടികളെ പോറ്റുന്ന ജീവി മനുഷ്യനാണ്. കോഴി മുട്ട വെച്ചു, വിരിഞ്ഞു, കോഴിക്കുഞ്ഞ് പുറത്തിറങ്ങി. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ചിന്തിക്കൂ, എത്ര മാസമാണ് കോഴി ഈ കോഴിക്കുഞ്ഞുങ്ങളെ നോക്കുക. തന്റെ ചിറകിനുള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച് പരുന്ത് പിടിക്കാതെ, കാക്കക്ക് കൊത്താൻ കൊടുക്കാതെ, നായ പിടിക്കാതെ ചിറകിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ചിക്കി പെറുക്കി തീറ്റി പോറ്റി വളർത്തി. ഞാൻ ചോദിക്കട്ടെ, എത്ര മാസം? 1 വർഷം തികച്ച് ഒരു കോഴി കുഞ്ഞുങ്ങളെ പോറ്റുമോ? ഉണ്ടോ? ഇല്ല. ആട്, പശു, ആന, പൂച്ച. പ്രസവിക്കുമ്പോ പൂച്ച കുഞ്ഞുങ്ങൾക്ക് കണ്ണില്ല. കണ്ണു കീറാത്ത, കണ്ണു കാണാത്ത മക്കൾ. അതിനെ കടിച്ച് പിടിച്ച് അവിടെയും ഇവിടെയും കൊണ്ടു ചെന്നിട്ട് ഒരു ജന്തുവും പിടിച്ചു പോവാതെ സൂക്ഷിച്ച് വളർത്തി വലുതാക്കി ഇര തേടാൻ പ്രാപ്തിയായി എന്ന് തോന്നുമ്പോ പൂച്ചത്തള്ള പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ചങ്ങ് പോകും. അവരങ്ങ് വളരും. എത്ര കുറച്ചു കാലം. നിങ്ങളോ? എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളോ? താടിയും മുടിയും മീശയും ഒക്കെ നിരച്ചുപോയവർ. ആ നരച്ചുപോയ ആൾക്കാരെ കുറിച്ച് എന്ത് ചെയ്യും? നര ബാധിച്ചിട്ട് നിങ്ങൾ കുട്ടീനെ പൊട്ടി തീർന്നോ? ഇല്ല. കൗൺസിലിങ്ങിന് കൊണ്ടുവരും, മക്കളെയും കൊണ്ട്. ആരാ വരിക? താടിയും മുടിയും ഒക്കെ നരച്ചു പോയ ഒരു മനുഷ്യൻ. ഉമ്മക്ക് ഇന്ന് ഞാനൊരു ഉമ്മയെ കണ്ടു. ഉമ്മക്ക് കസേരമെന്ന് എണീക്കാൻ വയ്യ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് വന്നതാ. പ്രേമം, അതാ വിഷയം. അതാ സിനിമന്റെ ഒക്കെ വിഷയം. ആ കുട്ടിയെ കൊണ്ടുവന്ന ഉമ്മക്ക് കസേരമെന്ന് എണീക്കുമ്പോ വേദനിക്കേണ്ട എവിടേക്കോ വയ്യ. അത്ര കാലമായിട്ടും കുട്ടിയെ പോറ്റിക്കൊണ്ടേയിരിക്കുന്നു. വിവാഹം കഴിഞ്ഞു, പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കുട്ടി ഇറങ്ങിപ്പോകുമ്പോ ഉമ്മ പറയോ, ഞാൻ കുട്ടീനെ പോറ്റി തീർന്നു തന്നെ? പറയോ? നിങ്ങൾ ആരെയും പറയോ കുട്ടിയെ പോറ്റി തീർന്നു? ഇല്ല. കുട്ടി അപ്പോഴും പോറ്റി തീർന്നില്ല. ആ കുട്ടിക്ക് വിവാഹം കഴിച്ച വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം ഫോൺ വരിക വനിതാ കമ്മീഷൻ അല്ല, ഉമ്മക്കാണ്. ഉമ്മ, ഒരു പ്രശ്നമുണ്ട്, തീർന്നില്ല.
രണ്ട് കാര്യം അപ്പൊ ഞാൻ പറഞ്ഞത്. ഒന്ന്, വളരെ പതുക്കെ വളരും. രണ്ട്, ഏറ്റവും കൂടുതൽ വളർത്ത കാലഘട്ടമുണ്ട്. മൂന്നാമത്തതും പ്രത്യേകത എന്താ? ആ പ്രത്യേകത മനുഷ്യൻ മാത്രം മക്കളിൽ ഇങ്ങനെ പ്രതീക്ഷിക്കും. മക്കളെ പ്രതീക്ഷിക്കാണ്. ആ മക്കളിൽ നിന്ന് എനിക്ക് ഇങ്ങനെ സാധനം ഉണ്ടാകുമെന്ന് മക്കളിൽ പ്രതീക്ഷിക്കുകയാണ് മനുഷ്യൻ. ഉണ്ടോ? ഞങ്ങളോട് ചോദിച്ചു, മക്കളെ പോറ്റിയിട്ട് എപ്പോഴാ തീരുക? മക്കളെ പോറ്റി തീരുന്ന ഡേറ്റ് പറ. നിങ്ങൾ പറ, മക്കളെ പോറ്റി തീരുന്ന ഡേറ്റ് പറ. ഞാനിതാ എന്റെ മകനെ 25 വയസ്സ് വരെ പോറ്റുള്ളൂ, പിന്നെ ഞാൻ പോറ്റൂല. നിങ്ങൾ പറയൂ. എന്റെ മോളെ ഞാൻ 18 വരെ പോറ്റുള്ളൂ, പിന്നെ ഞാൻ പോറ്റൂല. കൊത്തിയാട്ടും, കോഴി കൊത്തിയാട്ടിയ പോലെ. ഉണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴാ തീരുക? എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ തിരിച്ചറിയുക, മരണം വരെ നമുക്കുള്ള പണിയാണിത്. അത് വൃത്തിയായി ചെയ്തില്ല എങ്കിലാണ് കുട്ടി ദുഃഖമായി മാറുക. അവിടെയാ പ്രശ്നം. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് 56 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകും. കേന്ദ്ര ഗവൺമെന്റിലാണെങ്കിൽ 60 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകും. ഒരു ബാപ്പ 75 വയസ്സും 80 വയസ്സും 100 വയസ്സും പ്രായമുണ്ടെങ്കിൽ പോലും ആ ബാപ്പ മക്കളെ പോറ്റിക്കൊണ്ടേയിരിക്കും, അവരിൽ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ എത്ര പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ എന്ന ജീവിക്ക് മക്കളെ പോറ്റൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴാ തീരുക? അപ്പൊ ചില ആൾക്കാർ പറയും, മരിക്കുന്ന വരെ പോറ്റുന്നു. മരിച്ചു കഴിഞ്ഞാലോ? ഇതാ മാത്തൽ ഇൻസാന നമ്മൾ കേട്ടതാ. റസൂൽ ഇങ്ങനെ എണ്ണി കുറിക്കാണ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം നിന്ന് പോകും. സ്റ്റോപ്പ് എവറിത്തിങ്. നിങ്ങളെ ഇന്നോവ കാറ് മക്കൾക്ക് താക്കോല് കൊടുക്കാതെ അതിങ്ങനെ പോളിഷൊക്കെ ചെയ്ത് മിനിക്ക് കൊണ്ടിടക്കുന്ന ഇന്നോവ കാറ് മക്കളോട് പറയും വണ്ടി എടുക്കരുത്, തട്ടും അല്ലേ? ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങി നാളെ നേരം വെളുത്ത് സുബഹിക്ക് പ്രിയപ്പെട്ട ഭാര്യ തട്ടി വിളിക്കുമ്പോ ഒരു തണുത്ത ശവശരീരമായിട്ട് നമ്മൾ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മരിച്ചാൽ ളുഹറിന് നിങ്ങൾ ഖബറിലാണ്. ളുഹറിന് മരിച്ചാൽ അസർ കഴിഞ്ഞ ഖബറിലാണ്. അസറിനാണ് മരിച്ചതെങ്കിൽ മാക്സിമം പോയാൽ ഇശാ നിസ്കരിക്കാൻ കാത്തിരിക്കും, അത് കഴിഞ്ഞ ഖബറിലാണ്. ഇശാക്ക് മരിച്ചാൽ ചിലപ്പോ സുബഹി വരെ ഒന്ന് കാത്തിരുന്നേക്കാം എന്ന് മാത്രം. അത്രേ ഉള്ളൂ മനുഷ്യൻ, അല്ലേ? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, റസൂൽ ഇങ്ങനെ എണ്ണി പറയുകയാണ്, എല്ലാം നിന്ന് പോകും. ആ ഇന്നോവ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വേറൊരുത്തൻ കയറിയിരിക്കും. ആൾക്കാർ പറയും, വണ്ടി എടുത്ത് പുറത്തേക്ക് വെക്ക്, മയ്യത്ത് കൊണ്ടേക്കട്ടെ എന്ന്. വണ്ടിന്റെ മോലാളിനെ കൊണ്ടേക്കട്ടെ എന്നല്ല പറയുക. വീട്ടിന്റെ നടുവിലെ അകം, നമ്മുടെ സിറ്റിംഗ് റൂമില് നല്ല പതുപതുത്ത സോഫ 2 ലക്ഷം ഉറുപ്പ്യക്ക് വാങ്ങിയിട്ടിട്ടുണ്ട്. ആൾക്കാർ പറയാ, സോഫ എടുത്ത് മാറ്റി മയ്യത്ത് കിടത്തട്ടെ എന്ന്. ഉണ്ടോ? റസൂല് പഠിപ്പിക്കുകയാണ്, സകലത്തും നിന്നു പോകുന്ന മരണം. എന്നിട്ട് റസൂല് പറയാണ് 3 എണ്ണം ഒഴികെ. എന്താ റസൂൽ എണ്ണിയത്? അസ്വദഖത്തുൽ ജാരിയ. രണ്ടാമത് എന്താ എണ്ണിയത്? വഇൽമുൻ യുൻതഫഉ ബിഹി. മൂന്നാമത് റസൂൽ എണ്ണാണ് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. കണ്ടോ? റസൂൽ എണ്ണ എന്താ എണ്ണിയത്? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അപ്പോ മരിച്ചുപോയി ഒരു മനുഷ്യൻ മരിച്ച് മയ്യത്തായാലും പ്രതീക്ഷ ആരല്ല പ്രതീക്ഷ? ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള നമ്മുടെ തുടിപ്പ്, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന പ്രതീക്ഷയുള്ള ഈ ദുനിയാവിലെ ഒറ്റ ജീവി മനുഷ്യൻ മാത്രം. ഒരു പൂച്ചയും ഒരു പട്ടിയും ഒരു പശുവും ഒരാടും ഇതൊന്നും പ്രതീക്ഷിക്കാറില്ല. ദുനിയാവിലും പ്രതീക്ഷിക്കില്ല, പരലോകത്തും പ്രതീക്ഷിക്കില്ല. നമ്മൾ പ്രതീക്ഷിക്കുക, മരിക്കുമ്പോ അവസാനത്തെ ശ്വാസം തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ കുടുങ്ങുമ്പോ, ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോ മക്കളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ആഗ്രഹിക്കാണ്, പ്രാർത്ഥിക്കുന്ന മക്കളായി നമ്മുടെ മക്കള് മാറുമെന്ന്, അല്ലേ? മക്കളെ അവസ്ഥ എന്താ? കുറെ എണ്ണത്തിന് പ്രേമം, കുറെ എണ്ണത്തിന് സിഗരറ്റും കഞ്ചാവും, ചില എണ്ണത്തിന് നിസ്കാരമില്ല, കുറെ സ്വതന്ത്ര ചിന്ത. അതൊക്കെ പരിപോഷിപ്പിക്കാനും അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും കുറെ സിനിമ, റീൽസ്, ഷോർട്സ് ഇങ്ങനെ പോവാൻ മക്കളൊക്കെ ഇങ്ങനെ ചിതറിത്തെറിച്ച് നിൽക്കുക. എത്ര എണ്ണുണ്ട് ഈ കൂട്ടത്തിൽ? എത്ര എണ്ണുണ്ട് പ്രേമിക്കുന്നവർ? എന്നിട്ട് ചോദിക്കുക, റസൂല് കല്യാണം കഴിച്ചത് പ്രേമിച്ചിട്ടല്ലേ? കൗൺസിലിങ്ങിനൊന്ന് ചോദിക്കണ ചോദ്യ. എന്താ? റസൂലിന്റെ മോള് കല്യാണം കഴിച്ച പ്രേമിച്ചിട്ടല്ലേ? കൗൺസിലിങ്ങിനെ ഒന്ന് കുട്ടി ചോദിക്കുക, ഒക്കെ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, എത്ര വലിയ പ്രശ്നം. ഇതൊന്നും കുട്ടികൾ അറിയാഞ്ഞിട്ടാണ്. കുട്ടിയെ പഠിപ്പിച്ചില്ല നമ്മള് കുട്ടിക്ക് പലതും കൊടുത്ത കൂട്ടത്തിൽ കൊടുക്കാതെ പോയതാ. അറിയോ നിങ്ങൾക്ക്? ഒരു കുട്ടി എറണാകുളത്ത് ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോ ആ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്.
നമ്മൾ സംഘടിപ്പിച്ച പ്രോഗ്രാം. ആ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ 2 പെൺകുട്ടികള് അവര് വന്ന് സംഘാടകരോട് പറഞ്ഞു, ആ ക്ലാസ് എടുത്ത ആളെ ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്ക് കാണണം. അപ്പൊ സംഘാടകർ പറഞ്ഞു, ശരി, ഞങ്ങൾക്കൊരു ഏർപ്പാടുണ്ടാക്കാം. ആ ക്ലാസ് എടുത്ത സ്ഥലം ഒരു ചെറിയ ഓഡിറ്റോറിയം പോലത്തെ സ്ഥലം. അവിടെ എവിടെ ഇരിക്കാനൊരു സ്ഥലമില്ല, ഗേൾസിന്റെ ക്ലാസ്സാ, എവിടെ ഇരിക്കാൻ സ്ഥലമില്ല. സംഘാടകര് അതിന്റെ അടിയിൽ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്, ഒരു വീട് പോലെ ഒരു ബിൽഡിംഗാ, ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. അതിന്റെ ഒരു മൂലക്കല് ഒരു 3-4 ചെയർ ഇട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഇരുന്നോളി, ഞങ്ങൾ ഓരെങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ അവിടെ പോയി ഇരുന്നപ്പോ 2 പെൺകുട്ടികൾ എന്റെ മുമ്പിലേക്ക് വരിക. ടൈറ്റ് ആയിട്ടുള്ള ഫുൾ കൈ ബനിയട്ട്, ഫുൾ കൈ ബനിയൻ. അവരുടെ മുൻകൈ മാത്രമേ കാണുന്നുള്ളൂ. നന്നായിട്ട് മക്കനട്ടാണ്, ചുറ്റിങ്ങട്ട് കെട്ടിയിട്ട് തലക്കങ്ങോട്ട് പൊതിഞ്ഞാണ്, മുഖം മാത്രമേ കാണുന്നുള്ളൂ. ഒരു ടൈറ്റ് ജീൻസ്, ഷൂസ്. ആ കുട്ടിന്റെ മുമ്പിൽ ഇങ്ങനെയാണ് നിന്ന് എന്നോട് ചോദിക്കാണ്, എന്താ കാണുന്നത് ഉണ്ടോ? എന്താ ഇസ്ലാം പറഞ്ഞത്? മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയൊക്കെ മറക്കാൻ. ഞാൻ മറിച്ചിട്ടുണ്ടാ, നോക്ക്, സംഭവം ശരിയാണ്. ആ കുട്ടിന്റെ മുഖവും മുൻകൈയും അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല, എല്ലാം മറച്ചിട്ടുണ്ട്. എല്ലാം പെയിന്റ് അടിച്ച മാതിരി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ കുട്ടിയെ ഇരുത്തിയിട്ട് ആ കുട്ടീനോട് പറയാ, നിങ്ങളല്ലേ പറഞ്ഞത് വസ്ത്രം അങ്ങനെ വസ്ത്രം ഇങ്ങനെ, അത് എവിടെ പറഞ്ഞത് ചോദ്യം ചെയ്യാണ് അവര്. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോള് നിസ്കരിക്കലുണ്ടോ? പിന്നെ ഞാൻ 5 നേരം നിസ്കരിക്കലുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കലുണ്ട്. ഈ കുട്ടി, ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ ഇത് ഇസ്ലാമിന്റെ വസ്ത്രമല്ല, മുഖവും മുൻകൈയും ഒഴികെ മറയ്ക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെയല്ല. മുഴച്ചു നിൽക്കരുത്, നിഴലടിക്കരുത്, മുഖമക്കനകളെ മാറിലേക്ക് താഴ്ത്തിയിടണം, ഒന്നും മുഴച്ചു നിൽക്കരുത് പെൺകുട്ടിയുടെ, നിഴലടിക്കരുത്, ലൂസുള്ള വസ്ത്രം, ഇതിങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി എന്നോട് ചോദിച്ചു, ഖുർആനിലുണ്ടോ? ഉണ്ട്. റസൂൽ പറഞ്ഞോ? ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? ആ കുട്ടി ചോദിക്ക, അങ്ങനെ ഉണ്ടല്ലേ? അവനുണ്ട്. ആ കുട്ടിക്ക് അറിയില്ല, ആ കുട്ടി പഠിച്ചില്ല. അവള് കേട്ടത് മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം മറയ്ക്കണമെന്ന്. അത് മറച്ചവള് നിൽക്കാണ്. എന്താ കാരണം? പള്ളിയിൽ പോലും എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരിമാർ ചിന്തിച്ചു നോക്ക്, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികള് പള്ളിയിൽ വക്ത് നിസ്കരിക്കാൻ വരും പെൺകുട്ടി. ഞാൻ കാണും ക്യാമ്പസിലെ പള്ളിയില്, ക്യാമ്പസുകൾക്കകത്തെ പള്ളിയിൽ പോയി ഞങ്ങൾ കാണാം, എല്ലാവർക്കും കാണാം. നിസ്കരിക്കാൻ കുട്ടി വരും. നിസ്കരിക്കാൻ ലോഹറിന് കുട്ടി വരുന്നുണ്ടെങ്കിൽ നിസ്കരിക്കണം എന്ന ബോധം ആ കുട്ടിക്കുണ്ട്. പക്ഷെ ആ കുട്ടി വരിക ഒരു ജീൻസും അതിന്റെ കൂടെ ഒരു ബനിയനും, എന്നിട്ട് നന്നായിട്ട് ചുറ്റി കെട്ടിയ ഒരു സാധനം ഇട്ടാ വരിക, ഇട്ടാ നിസ്കരിക്കുക. ഈ കുട്ടി നിസ്കരിക്കണം എന്ന ബോധമുണ്ട്, മതമുണ്ട്, ദീനുണ്ട്. പക്ഷെ കുട്ടിക്ക് ആരും പറഞ്ഞു കൊടുത്തില്ല ഇതല്ല ഇസ്ലാമിന്റെ വസ്ത്രം എന്ന്. അപ്പൊ അറിവില്ലായ്മയാണ് ഈ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാനും നിങ്ങളും ഒക്കെ കാണേണ്ടത്. അവിടെ നിന്നുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു പരിഹാരം. എന്താ? ജീവിതകാലം മുഴുവൻ മക്കളെ നമ്മൾ പോറ്റും, മക്കളിൽ നമ്മൾ പ്രതീക്ഷയർപ്പിക്കും. ഇനി എന്താ വേണ്ട? ഒറ്റ കാര്യം. എന്താ? മക്കൾ നന്നായാൽ നമ്മൾ ജീവിതം മുഴുവൻ സന്തോഷകരമാണ്. മക്കള് കേടുവന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ ഇങ്ങനെ തീയിൽ നിൽക്കുന്ന പോലെ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടായാലും മക്കള് നന്നായോ, നിങ്ങൾക്ക് പട്ടിണിയാണെങ്കിലും സന്തോഷം ഉണ്ടാവും. മക്കൾ കേടായോ, ആ കേടായ രക്ഷിതാക്കളെ കണ്ണീര് കാണുന്ന ഒരു മനുഷ്യനാ ഞാൻ. കണ്ണീര് നോക്കൂ നിങ്ങൾ, എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമുണ്ടോ? മക്കളാണ് കിടന്നു പോയാലോ? ഒരു പെൺകുട്ടി ഇങ്ങനെ നിക്കാണ്, 26 വയസ്സില്, മുടിയൊക്കെ മുന്നു മുറിച്ച് വലിയ കാതത്തൊക്കെ ഇട്ടിട്ട് സ്വതന്ത്ര ചിന്തകയാണെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇപ്പോഴും നിൽക്കാണ് ഒരു ബാപ്പാന്റെയും ഉമ്മാന്റെയും വീട്ടില്. ഇറങ്ങി പോവാൻ പറഞ്ഞിട്ട് അവള് പറയണത് എനിക്ക് വീട്ടിൽ അവകാശം ഉണ്ടെന്നാണ്. ഈ വാപ്പയും ഇവളിങ്ങനെ ഇറങ്ങി പോകുന്നു, കണ്ടവരെ കൂടെ പോകുന്നു, തിരിച്ചു വരുന്നു, രാത്രി വരുന്നു, നൈറ്റ് റൈഡിന് പോകുന്നു. ഒന്നും മിണ്ടാനാവാതെ ബാപ്പയും ഇങ്ങനെ കണ്ണീരൊഴുക്കാണ്. ഞാന് ഈ ലഹരി ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായ ഒരു കാലം, ആ കാലത്ത് ഞാൻ ഒരു അനുഭവം പറഞ്ഞു. പാലക്കാട് ലഹരിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമില് ഒരു വീട്ടില്, ആ വീട്ടിന്റെ അടുത്ത വീട്ടുകാര്, 2 വീടാ, അങ്ങനെ അടുത്തടുത്ത വീടാ, അടുത്ത വീട്ടില് അപ്പുറത്തെ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും ഉറങ്ങാൻ കിടക്കാണ്. അവരിങ്ങനെ ഉറങ്ങാൻ കിടന്ന് അവർക്ക് ഉറക്കം ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോഴാണ് ഈ ഭാര്യ ഒരു ശബ്ദം കേട്ടത്. ആരോ തേങ്ങിക്കരയുന്നു. ഒരു തേങ്ങല് കേൾക്കാണ്, ഇങ്ങനെ വിളിക്കുന്നുണ്ട്, തേങ്ങല്. ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്നെല്ലാം കേൾക്കുമല്ലോ, ചെവി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും.
എന്തും പെട്ടെന്ന് കേൾക്കും. മണക്കാനും കേൾക്കാനും ഭയങ്കര കഴിവാണ് ഈ പെണ്ണുങ്ങൾക്ക്. പെട്ടെന്ന് മണവും കിട്ടും അല്ലെ? നിങ്ങൾ എവിടെയെങ്കിലും പോയി കണ്ട് വല്ല ചിക്കൻ പൊരിച്ചോ തിന്ന് 2 ഉള്ളി തിന്നും ഭാര്യന്റെ അടുത്ത് വന്ന് നോക്ക്. അവള് ബെഡ്റൂമൊക്കെ കിടക്കുമ്പോൾ പറയുമ്പോൾ ഉള്ളി തിന്നണല്ലോ. നല്ല കപ്പാസിറ്റിയാ മണക്കാൻ. നിങ്ങൾക്ക് ആ മണം കിട്ടൂല. നിങ്ങൾക്ക് ഇനി പുരയിൽ എന്തെങ്കിലും ഭാര്യ അടുപ്പത്ത് വെച്ചിട്ട് അത് കരിഞ്ഞ് മണത്താ പോലും നിങ്ങൾക്ക് മണം കിട്ടില്ല. ഭാര്യ വന്ന് ചോദിക്കുക അവസാനം ഇത് കരിഞ്ഞ് മണക്കണ കണ്ടാലും ഓഫാക്കി കൂടെ. ഞാൻ അങ്ങനെ ഒരു മണയും കിട്ടില്ല അല്ലെ? നമുക്ക് മണക്കാൻ കഴിയില്ല, മണക്കാൻ നേരമില്ല. അവക്കത് പെട്ടെന്ന് കിട്ടും. ഭാര്യമാരെ നോക്കാണ്ട് ഒക്കെ മണത്തിട്ട് അവരറിയാം. തിരുമ്പിയത് നന്നായിട്ട് നോക്കുക, അങ്ങനെ ഡ്രസ് എടുത്തുണ്ട് ഇത് ശരിയാണ്. ചായപ്പൊടി നല്ലതാ നോക്കുക, അങ്ങനെ നല്ലതാ ഒക്കെ മണക്കുക. ഈ ഭാര്യമാർക്ക് പെണ്ണുങ്ങൾക്ക് മണവും കേൾവിയും സ്ട്രോങ് ആയിരിക്കും. ഈ പെണ്ണ് ഭർത്താവിന്റെ ഉറക്കം, ഭർത്താവ് ഇങ്ങനെ ഉറക്കത്തേക്ക് പോണ ഭർത്താവിനെ തട്ടിയിട്ട് പറഞ്ഞു ആരോ കരയുന്നുണ്ട്. ഭർത്താവ് എണീറ്റിട്ട് പറഞ്ഞു ആര് അറിയില്ല, ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഇങ്ങനെ ചെവി കുറിപ്പിച്ചിരുന്നപ്പോ വീണ്ടും അതാ തേങ്ങൽ, ഒരു തേങ്ങൽ ഇങ്ങനെ വരും, പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. അപ്പം ഈ പെണ്ണ് പറഞ്ഞു ആരോ ഉണ്ട്. ഉടൻ ഭാര്യയും ഭർത്താവും കൂടി ലൈറ്റ് ഒക്കെ ഓണാക്കി. കുറച്ചേരം ലൈറ്റ് ഓണാക്കി. കള്ളന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈറ്റ് ഓണാക്കിയാൽ പോകുമല്ലോ. എന്നിട്ട് പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഓഫ് ആക്കി കിടന്ന് വീണ്ടും ഉറക്കത്തിലേക്ക് പോകുമ്പോ അതാ കേൾക്കുന്ന വീണ്ടും ഒരു തേങ്ങൽ. അപ്പോഴാണ് ഈ ഭർത്താവ് പറഞ്ഞത് നമുക്ക് നോക്കാം, വീടിന്റെ എവിടെയെങ്കിലും ആരെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ അറിയില്ലല്ലോ. മുകളിൽ കിടന്നുറങ്ങുന്ന മകനെ വിളിച്ചു കൊണ്ടുവന്നു ഉമ്മ, മോനെ എണീക്ക്, എന്തോ ഒരു ആരോ കരയുന്ന കേൾക്കുന്നുണ്ട്. വാപ്പാന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നോക്ക്. ഒരു ടോർച്ചും പിടിച്ച് മൊബൈലും കത്തിച്ച് ഈ വീടിന്റെ ചുറ്റിലും അവർ നടന്നു നോക്കി. ആരെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ വീട്ടിന്റെ പരിസരത്ത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എല്ലാം അവർ നോക്കി. മതില് കെട്ടിയിട്ട് സുരക്ഷിതമാക്കി വെച്ച ഒരു 5-6 സെന്റ് സ്ഥലത്ത് നിൽക്കുന്ന ഒരു വീട്, അതിന്റെ ചുറ്റും അവർ നടന്നു നോക്കിയിട്ട് എവിടെയും ഒന്നുമില്ല. എല്ലായിടത്തും ടോർച്ചടിച്ച് നോക്കി. തിരിച്ചു വന്നിട്ട് മോൻ പറഞ്ഞു ഉമ്മക്ക് തോന്നിയതായിരിക്കും വെറുതെ കിടക്കുമ്പോ എന്ന് പറഞ്ഞ് മകൻ വീണ്ടും മുകളിലേക്ക് പോയി കിടക്കാൻ. ഈ ഭാര്യയും ഭർത്താവും വീണ്ടും കിടന്നു കഴിഞ്ഞപ്പോ അതാ വീണ്ടും കേൾക്കുന്ന ഒരു തേങ്ങൽ. ഭാര്യ പറഞ്ഞു ഉണ്ട്, തേങ്ങലുണ്ട്. ജനവാതിലിന്റെ പൊളി രണ്ടും തുറന്നിട്ടിട്ട് ഈ ഭാര്യയും ഭർത്താവ് ചെവി കൂർപ്പിച്ചു നിന്നു. എവിടുന്നാണ്? അപ്പോഴാ മനസ്സിലായത് വീടിന്റെ കോമ്പൗണ്ടിന്റെ അകത്തുനിന്നല്ല, തന്റെ വീടിന്റെ മതിലിന്റെ അപ്പുറത്തുനിന്ന കരച്ചിലേക്കണ്. ഭാര്യ പറഞ്ഞു കരച്ചിൽ അപ്പുറത്തുനിന്നാണ്, എന്തോ പ്രശ്നമുണ്ട് അയൽക്കാർക്ക്, ഒന്ന് ചെന്ന് നോക്ക്. വീണ്ടും കയറി മോനെ വിളിക്കാൻ. അവൻ ദേഷ്യം പിടിച്ച് താഴത്തേക്ക് വന്നു. പാപ്പ മോനെയും കൂട്ടിയിട്ട് പതുക്കെ, ഉമ്മ കൊലായിലിരിക്കുക, പാപ്പ മെല്ലെ മോനെയും കൂട്ടിയിട്ട് ഗേറ്റും കിടന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലെ മതിലിന്റെ ഗേറ്റിന്റെ ഇടയിലൂടെ അവിടേക്ക് ഇങ്ങനെ ടോർച്ചടിച്ച് നോക്കിയപ്പോ ആ വീട്ടിലെ ബാപ്പയും ഉമ്മയും വയസ്സായ 2 ആൾക്കാർ വീടിന്റെ പുറത്ത് ഇങ്ങനെ തണുപ്പത്ത് കൂനിക്കൂടിയിരിക്കുകയാണ്. സമയം 12-12:30 മണിയാണ്. വീടിന്റെ പുറത്ത് ഇങ്ങനെ കൂനിക്കൂടിയിരിക്കുകയാണ് മനുഷ്യൻ. അപ്പൊ ഇവരിങ്ങനെ ഇരിക്കുമ്പോ പുറത്തെവിടെയോ അലക്കിയിട്ട ഒരു പഴയ മാക്സിയാണ് ഈ പെണ്ണ് പുതച്ചത്. തണുപ്പത്ത പഴയൊരു മാക്സി ഇങ്ങനെ മേലിട്ടിട്ട് ഈ ഭാര്യയും ഭർത്താവ് ഒരു കല്ലിൽ ഇങ്ങനെ ഇരിക്കുക തണുത്തിട്ട്. ഇതാ ടോർച്ചടിച്ചൊക്കെ ഇവര് കണ്ട കാഴ്ച. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയിട്ട് ഇവര് ചോദിച്ചു നിങ്ങൾ എന്താ അവിടെ ഇരിക്കണേ? ഗൾഫിൽ പോയിട്ട് പ്രവാസ ലോകത്ത് ധാരാളം കൊല്ലം ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി ആ പണം കൊണ്ടുണ്ടാക്കിയ വീടത്. ആ വീട്ടിനകത്ത് സ്വൈര്യവും സമാധാനത്തോടെയും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് വന്ന ഒരു മനുഷ്യനത്. അയാൾക്ക് 19-25 വയസ്സ് പ്രായമുണ്ട്. ഭാര്യയും കൂട്ടിയിട്ട് പുറത്തിരിക്കുക 12:30 മണിക്ക്. കടന്നു വന്ന അയൽക്കാരോട് ആദ്യം തന്നെ ഈ മനുഷ്യൻ പറഞ്ഞത് ഒച്ച ഉണ്ടാക്കരുത്, മാനം കെടുത്തരുത്. ആദ്യത്തെ വാക്കാണ് മാനം കെടുത്തരുത്, നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. അയാൾ ചോദിച്ചു എന്താ പറ്റിയത് എന്ന്. അയാൾ പറയുകയാണ് എന്റെ മകൻ ഞാൻ ഗൾഫ് കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് എല്ലാം വാങ്ങിക്കൊടുത്ത് എല്ലാം ഒപ്പിച്ചു കൊടുത്ത് ചോദിക്കുന്നതെന്തും വരുന്നവന്റെ കയ്യിൽ കൊടുത്തയച്ച് ഒരു മുറിക്ക് ആ ഗൾഫിലെ ദുബായിലെ സൗദി അറേബ്യയിലെ ഖത്തറിലെ ഒരു ബെഡ് സ്പേസിനകത്ത് ഇടുങ്ങിക്കഴിഞ്ഞ് കുട്ടികളുടെ ഭാര്യയുടെയും ജീവിതം വിശാലമാക്കി കൊടുത്തു. നമ്മള് അങ്ങനെ പോറ്റി വളർത്തി കൊണ്ടുവന്ന് ഗൾഫ് നിർത്തി വന്നപ്പോഴാ ഈ മനുഷ്യന് മനസ്സിലായത് മകൻ മയക്കുമരുന്നിന് അടിമയാണ് എന്ന്. എന്തൊക്കെയോ വലിച്ചു കയറ്റി വന്നിരിക്കുകയാണ് ചെക്കൻ. എന്നിട്ട് ഉമ്മയും ബാപ്പയുമായിട്ട് വഴക്കായി. വീട്ടിനകത്തെ മൂർച്ചയുള്ള ഒരു കത്തി എടുത്തിട്ട് ആ കത്തി ഇങ്ങനെ പിടിച്ചിട്ട് ബാപ്പാനോടും ഉമ്മനോടും പറഞ്ഞു കൂത്തു, ഞാൻ ഇറങ്ങിക്കോ പുറത്ത്. വീടുണ്ടാക്കി സ്വസ്ഥവും സമാധാനത്തിലും ജീവിക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് നിർത്തി ഭാര്യയെയും കെട്ടിപ്പിടിച്ചൊരു റൂമിനകത്ത് ഇനിയെങ്കിലും ജീവിക്കണമെന്ന് കൊതിച്ചു വന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ നേരെ കത്തി ഇങ്ങനെ ഊരിപ്പിടിച്ച് ബോധവും പൊക്കാണവും ഇല്ലാത്ത ഒരു മകൻ പറയുകയാണ് ഇറങ്ങ് പുറത്തുനിന്ന്.
അകത്തേക്ക് കയറിയ കുത്തും. ഈ ചെക്കൻ കുത്തും എന്ന് പറയുന്നത് ഉമ്മനെയാണ്. ഉമ്മനെ ഞാൻ കുത്തും. ആ പെണ്ണിനെ ചേർത്ത് പിടിച്ച മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങാണ്. ഈ ചെക്കൻ വീടിനകത്ത് ഇങ്ങനെ ഉറക്കമില്ലാതെ അടിച്ച കഞ്ചാവിന്റെ MDMA-യുടെ ലഹരി ഇറങ്ങാതെ അങ്ങനെ അയൽപ്പക്കക്കാരൻ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നു. നിങ്ങൾ വീട്ടിലേക്ക് വാ, ഇവിടെ ഇരുന്ന് തണുപ്പ് കൊള്ളണ്ട, എന്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞ് ആ രണ്ടുപേരെയും കൊണ്ടുവന്ന് വീട്ടിനകത്തെ അയൽക്കാരൻ ഒരു മുറി തുറന്നെടുത്തു. അപ്പോഴും ഇയാൾ പറഞ്ഞ എന്താ അറിയോ? ആരോടും പറയരുതേ. മാനക്കേടല്ലേ ഇത്? സ്വന്തം പോറ്റി വളർത്തി വലുതാക്കിയ മോന ആ നിൽക്കുന്നത്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മനുഷ്യ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പോറ്റി വളർത്തി ജീവിതകാലം മുഴുവൻ കൂടെ നിർത്തേണ്ട മക്കള് നന്നായില്ലെങ്കിൽ എപ്പോഴാ നമുക്ക് സമാധാനം ഉണ്ടാവുക? വലിയ വീടുണ്ട്, നിങ്ങളുടെ വീടാ, ആധാരങ്ങളെ പേരില, പഞ്ചായത്ത് പോയി നോക്കിയാൽ നിങ്ങളെ പേരിലാ വീട്, വില്ലേജ് ഓഫീസിൽ എല്ലാ രേഖകളും ഉണ്ട്. പക്ഷേ സ്വന്തം മകൻ കത്തി ഊരി പിടിച്ചിട്ട് ബാപ്പാന്റെ പള്ളൊക്കെ കേറ്റെന്ന് പറയുമ്പോ ഇറങ്ങല്ലാതെ നിവൃത്തി ഉണ്ടാവില്ല വീട്ടിൽ നിന്ന്. ഇവിടെയാണ് കുട്ടി ദുഃഖമായി മാറുക. ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ ചിന്തിക്കേണ്ടത്. ഞാൻ ഇപ്പം പറഞ്ഞ ഈ സംഭവം എന്റെ പ്രിയപ്പെട്ടവര് കണ്ണൂർ ജില്ലയിലാണ്. ആ സംഭവം കണ്ണൂർ ജില്ലയിലാ. ആ അയൽപ്പക്കക്കാരനാണ് ഈ ബാപ്പയെയും ഉമ്മയെയും എന്റെ അടുത്ത് എത്തിച്ചത്. ഈ അയൽപ്പക്കക്കാരൻ എന്തിനാ അവരോട് സംസാരിക്കാൻ? പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും 24-കാരനായ മകൻ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അവൻ ചികിത്സക്ക് തയ്യാറല്ല, അവൻ മാറാൻ തയ്യാറല്ല. അവൻ പറയണത് എന്താണെന്നറിയോ? ബാപ്പാനോട് എനിക്ക് തരാനുള്ള ഒക്കെ ഇങ്ങോട്ട് തന്നാ ഞാൻ പോയിക്കോളാം. എന്താ നിനക്ക് തരാനുള്ളത്? ബാപ്പാന്റെ സ്വത്തിന്റെ ഭാഗം അതിങ്ങോട്ട് തന്നാൽ ഞാൻ കുടിച്ചു തീർത്തോളാം. അതുകൊണ്ട് അവർക്ക് തന്നാ ഞാൻ ഇറങ്ങും, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ഉണ്ടാവും, എനിക്ക് തോന്നിയ പോലെ ജീവിക്കും, എന്നെ അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല, നിന്നാ മതി. ബാപ്പാന്റെ ഊർജമൊക്കെ പോയിണ്. ഒരു തള്ളു തള്ളാൻ പോലുമുള്ള ഊർജം, ആരോഗ്യം, ഗൾഫിൽ ചെന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആരോഗ്യം മുഴുവൻ അറബിക്ക് കൊടുത്തു പോന്ന ബാപ്പാക്ക് ഈ മകനെ ഒന്ന് എതിർക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. വയസ്സാം കാലത്ത് ഈ കൗൺസിലിംഗ് സെന്ററിന്റെ പടി കയറി നിങ്ങളൊക്കെ നാശമാകും. പക്ഷേ ഇതിനൊരു മറുപുറമുണ്ട്. ഈ മക്കള് നന്നായാലോ?